ഇതിന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത് എൽ ഡി എഫിലാണ്. എൽ ഡി എഫ് അതുപോലെ തന്നെ സി പി എം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും. അല്ല, ഈ നിലപാടും കാര്യങ്ങളും പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് എൽ ഡി എഫിലാണ്. അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ആയിരിക്കാം ചില മാധ്യമങ്ങളിൽ പുറത്തേക്ക് ചില അവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. വ്യക്തമായ അഭിപ്രായം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, വ്യക്തമായ അഭിപ്രായം അതിനകത്ത് ധാരണയുണ്ട്, വ്യക്തമായ നിലപാടും കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുമാത്രമല്ല, സി പി എമ്മും എൽ ഡി എഫും ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളതും ഞങ്ങൾക്കറിയാം. പക്ഷെ ഈ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതും അതിന്റെ കാര്യങ്ങൾ അറിയിക്കേണ്ടതും എൽ ഡി എഫിലാണ്. അത് എൽ ഡി എഫിൽ അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതെ, ഉചിതമായ തീരുമാനം അത് സി പി എമ്മിനും അറിയാം, അത് എൽ ഡി എഫിനും അറിയാം. ഉചിതമായ തീരുമാനങ്ങൾ ആ തീരുമാനം ഒക്കെ എടുക്കേണ്ടതും എൽ ഡി എഫിലാണ്. അത് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതാണ് ആ ചർച്ചകളും ആ ചോദ്യത്തിന് ഉത്തരവും പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ശൈലിയില്ല. ഞങ്ങൾ അത് ഉചിതമായ സ്ഥലത്ത് അത് ചില ചാനലുകൾക്കൊക്കെ അപായം കാണും, ഞങ്ങൾക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ ഒരു സീറ്റ് കിട്ടിയുണ്ടെങ്കിലും നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതേ നിലയിൽ തന്നെ, അതായത് മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന നിലയിൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇവിടെ തന്നെ മുന്നണിക്ക് കെട്ടുറപ്പ് പോകാതെ തരത്തിൽ നയപരമായിട്ട് തീരുമാനമെടുക്കാൻ കേരള കോൺഗ്രസിന് കഴിവുണ്ട്. അതനുസരിച്ച് അത് വഴിയൊരുക്കി. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിനെല്ലാം ഈ എൽ ഡി എഫിന്റെ യോഗങ്ങളിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പബ്ലിക്കായിട്ടുള്ള ചർച്ച ചെയ്യേണ്ടത് അത് എൽ ഡി എഫിനും സി പി എമ്മിനും അറിയാം. ഉചിതമായ തീരുമാനം എടുക്കും. രാജ്യസഭാ സീറ്റ് രാജിവെച്ചിട്ടാണ് എൽ ഡി എഫിലേക്ക് വന്നത്. അപ്പോൾ ആ സീറ്റാണ് ഇപ്പോൾ വീണ്ടും ഒരു വാക്കൻസി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു ക്ലെയിം ഉന്നയിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്ലെയിമും ഇതൊന്നും അല്ലല്ലോ. ഈ കാര്യങ്ങൾ ഒരു പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. മാധ്യമ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ആ ചർച്ചയിൽ ഉൾപ്പെടണം എന്നുള്ളത് വേണമെന്നില്ലല്ലോ. ഉപാധികൾ വല്ലതും ഉണ്ടായിരുന്നോ ഈ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് തന്നെ ലഭിക്കും, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഇത് വീണ്ടും പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടെ രാജ്യത്തിന്റെ വിഷയം കിടക്കുന്നു. തെരഞ്ഞെടുപ്പ് നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്നു, വലിയ വിപ്ലവം നടക്കുന്നു, അവിടെ ഇന്ത്യയുടെ ഭരണം മാറാൻ പോകുന്നു. അതെ, അപ്പൊ അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിർണായക ഒരു പാർട്ടിയായി കേരള സംസ്ഥാനത്തും ദേശീയ തലത്തിൽ നിലനിൽക്കും. അതിനപ്പുറത്തേക്ക് അത് അങ്ങനെയാണോ നിങ്ങളുടെ? ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ ഞങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിലാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ഞങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യും. ഒന്ന്, ഇത് ഉചിതമായ തീരുമാനം സി പി എമ്മും എൽ ഡി എഫ് എടുക്കും.